ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡയമീറ്റേഴ്സ് ഓഫ് ഫീമെയിൽ പെൽവിസ്. ഡയമീറ്റേഴ്സ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ 3 പാർട്സ്, അതായത് പെൽവിസിന്റെ 3 പാർട്സിന്റെ ഡയമീറ്റേഴ്സ് ആണ് പഠിക്കുന്നത്. പെൽവിക് ബ്രിം, അതുപോലെ ക്യാവിറ്റി, പിന്നെ ഔട്ട്ലൈറ്റ്. പെൽവിക് ബ്രിമ്മിലും ക്യാവിറ്റിയിലും ഔട്ട്ലെറ്റിലും 3 രീതിയിലുള്ള ഡയമീറ്റേഴ്സ് ആണ് നമ്മൾ അളക്കുന്നത്. ആന്റീരിയർ, പോസ്റ്റീരിയർ, ഒബ്ലിക്, ട്രാൻസ്വേഴ്സ് ഫസ്റ്റ് ഞാൻ ഡീൽ ചെയ്യുന്നത് ബ്രിമ്മിലെ ഡയമീറ്റർ ആണ്, അതായത് ആന്റീരിയർ, പോസ്റ്റീരിയർ, ഒബ്ലിക്, ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ. ഈ സാക്രൽ പ്രൊമോണ്ടറിയിൽ നിന്നും അപ്പർ ബോർഡർ ഓഫ് ദ സിംഫൈസിസ് പ്യൂബിസ് വരെയുള്ള ആന്റീരിയർ, പോസ്റ്റീരിയർ ഡയമീറ്റർ ആണ് 11 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. നമ്മളിപ്പോ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ? ഈ സേക്രൽ പ്രൊമോണ്ടറിയിൽ നിന്നും സിംഫൈസിസ് പ്യൂബിസ് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയും? ഇൻ ബ്രിം, ദി ആന്റീരിയർ പോസ്റ്റീരിയർ ഡയമീറ്റർ എക്സ്റ്റെൻഡ്സ് ഫ്രം ദി sacral promontory to the upper border of the symphysis pubis and it is 11 centimeter. Oblique diameter. ഇപ്പൊ ഞാൻ ചെരിച്ച്, എന്റെ പേന ഇങ്ങനെ ഞാൻ ചെരിച്ചു വെച്ചിരിക്കുകയാണ്. ഒബ്ലിക് ഡയമീറ്റർ അത് ഒന്നില്ലെങ്കിൽ എയ്തർ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ്. ഈ ഒരു പാർട്ടിന്റെ പേരാണ് സൈക്ലോഇലിയാക് ജോയിന്റ്. ഈ ഒരു പോർഷൻ ആണ് ഇലിയോപെറ്റനൽ എമിനൻസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയും, ദ ഒബ്ലിക് ഡയമീറ്റർ ഇൻ ബ്രിം വിച്ച് എക്സ്റ്റെൻഡ്സ് ഫ്രം ദി സേക്രോ ഇലിയാക് ജോയിന്റ് ടുവേർഡ്സ് ദി ഇലിയോപെറ്റനൽ എമിനൻസ് ആൻഡ് ദ ഡയമീറ്റർ ഈസ് 12 സെന്റിമീറ്റർ. ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എന്ന് പറയുന്നത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. ഇപ്പോ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പെൻ വെച്ചിരിക്കാന്ന് വിചാരിക്കാം. ഈ ഒരു പാർട്ട് നമുക്കറിയാം ഇലിയോപെറ്ററൽ ലൈൻ ആണെന്നറിയാം. അപ്പം ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഫർദസ്റ്റ് പോയിന്റ് ഓഫ് ദി ഇലിയോപെറ്ററൽ ലൈൻ ഇൻ ദ പെൽവിക് ബ്രിം. അത് 13 സെന്റിമീറ്റർ ആണ്. അപ്പം ബ്രിമ്മിലെ ആന്റീരിയർ, പോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 11 സെന്റിമീറ്റർ, ഒബ്ലിക് ഡയമീറ്റർ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ, ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ 13 സെന്റിമീറ്റർ ആണ്. ഇനി അടുത്തതാണ് ക്യാവിറ്റിയിലെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ക്യാവിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് റൗണ്ട് ഷേപ്പ് ആണ്. അതുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പം ക്യാവിറ്റിയിലെ ആന്റീരിയർ, പോസ്റ്റീരിയറും അതുപോലെ ഒബ്ലിക്കും ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആയിരിക്കും. ഔട്ട്ലെറ്റിലെ ആന്റീരിയർ, പോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് പറയുന്നത് സൈക്രോപൊസീജിയൽ ജോയിന്റ് ലോവർ പാർട്ട് ഓഫ് ദി സിംഫൈസിസ് പ്യൂബിസ് വരെയാണ് ആന്റീരിയർ, പോസ്റ്റീരിയർ ഡയമീറ്റർ. ഔട്ട്ലെറ്റിലെ അത് 13 സെന്റിമീറ്റർ ആണ്. ഇനിയും നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ഈ ഒരു സർക്കുലർ പാർട്ടിന്റെ പേരാണ് ഒബ്റ്റുറേറ്റർ ഫോറമൻ. അപ്പൊ ഒബ്ലിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശരിച്ച് നമ്മൾ പേന വെക്കുന്നതെന്ന് പറഞ്ഞു. ഒബ്റ്റുറേറ്റർ ഫോറമനിൽ നിന്നും ഇവിടെ സേക്രോസ്പൈനസ് ലിഗമെന്റ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. സേക്രത്തിന്റെയും സ്പൈനിന്റെയും ഇടയ്ക്ക് സേക്രോസ്പൈനസ് ലിഗമെന്റ് ഉണ്ട്. അവിടം വരെയുള്ള ഡയമീറ്റർ ആണ് 12 സെന്റിമീറ്റർ. അതാണ് ഒബ്ലിക് ഡയമീറ്റർ ഔട്ട്ലെറ്റിലേക്ക് പറയുന്നത്. ദ ഒബ്ലിക് ഡയമീറ്റർ ഓഫ് outlet which extends from the obturator foramen to the sacrospinous ligament, that is 12 centimeter. Next, transverse diameter. It is the distance between two ischial spines. And ഇതാണ് നമ്മുടെ പെൽവിസിലെ ഏറ്റവും സ്മോളസ്റ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത്. അതിന്റെ മെഷർ എത്രയാ വരുന്നത് വെച്ചാൽ 11 സെന്റിമീറ്റർ ആണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫീറ്റസ് കള്ളിനെ പറ്റിയിട്ടാണ്.